ഗൈസ് ഇന്ന് രാവിലെ തന്നെ അപ്പം വിത്ത് ബീഫ് ആണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഓൾമോസ്റ്റ് ഡേയ്സ് ഉണ്ടാവും കേട്ടോ. അത് അപ്പം അറിയാത്തതും കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ, പ്രത്യേകിച്ച് മലപ്പുറം സൈഡ്. മലപ്പുറത്തിന്റെ ദേശീയ ഭക്ഷണം അപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ. പിന്നെ ഞാനും എന്റെ മാതാജും കൂടി പുറപ്പെട്ടു. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പുതിയ വീടിന്റെ തറയട്ടോ. എല്ലാരും ദുആക്കി. സത്യം പറഞ്ഞാൽ ഇവരെ കാര്യമൊക്കെ എന്ത് കഷ്ടാണില്ലേ. ഇതൊക്കെ കാണുമ്പോ നമുക്ക് എന്ത് സുഖം. ഏതായാലും എല്ലാരും സെറ്റ് ആവട്ടല്ലേ. ഈ ഒരു സംഭവം നോക്കി ഞാൻ എവിടേക്കോ പണ്ട് കണ്ടോ അവിടൊക്കെ പോയി വന്നപ്പോക്കിന് ഫുഡ് ആയിക്കള ടൈം ആയിക്കണം. ഇന്ന് നമുക്ക് ബീഫ് തന്നെയാണ് കേട്ടോ. അതും വെച്ച് അടുപ്പത്ത് തന്നെ വെച്ചും ചെയ്തേക്കണം. ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ, പക്ഷെ എന്തും അടുപ്പിൽ വെച്ചാലല്ല അതിന്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ. ഗ്യാസ് ഉണ്ടാക്കുമ്പോൾ അത് എളുപ്പപ്പണിയാണെങ്കിലും പക്ഷെ തിന്നും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്റെ പോലെ എന്തും തിന്നും, ഫുഡ് ആയാൽ മതി എന്നുള്ളവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതൊക്കെ തിന്ന് നമ്മൾ കുറച്ചു നേരം സൈഡ് ആയിക്കണം. പിന്നെ ഫുഡ് കഴിക്കണതിന്റെ ക്ഷീണം മാറണല്ലോ. ഫുഡ് കഴിച്ചാലും ക്ഷീണം, കഴിച്ചിട്ടില്ലേലും ക്ഷീണം. എന്നാ പിന്നെ ഫുഡ് കഴിക്കാതെ അതുമില്ല. അതാണ് ഇപ്പൊ എന്റെ ഇപ്പത്തെ അവസ്ഥ. നിങ്ങൾക്ക് എഴുതുണ്ടാവും ഈ ഫുഡ് മാത്രമേ പറയാനുള്ളൂ. ഫുഡ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. ഇതൊക്കെ എന്റെ അനിയന്റെ കലാവിരുദ്ധോളാട്ടോ. കണ്ടില്ലേ, ഓന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കഴിഞ്ഞിരിക്കണം, വെറും ഫുഡ്.